ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ലയണൽ മെസ്സി കഴിഞ്ഞ MLS സീസണിലും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ 36 ഗോൾ കോൺട്രിബ്യൂഷൻസ് വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. MLS കാര്യത്തിലേക്ക് വരുമ്പോൾ 22 ഗോളുകളും 12 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. MLS ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ലയണൽ മെസ്സിയാണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് MLS മെസ്സി ഈ ഒരു കഴിഞ്ഞ സീസണിലും നടത്തിയിട്ടുള്ളത്. എന്നാൽ മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായിരുന്ന ലൂയിസ് സാഹ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയുടെ സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ആ ഒരു MLS കളിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുമായിരുന്നു എന്നാണ് സാഹ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സിക്ക് ഗോളടിക്കണമെങ്കിൽ ചുറ്റും ക്വാളിറ്റി താരങ്ങളെ ആവശ്യമുണ്ടെന്നും പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അങ്ങനെ ആവശ്യമില്ല എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാഹയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ അമേരിക്കൻ ലീഗിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മെസ്സി നേടിയതിനേക്കാൾ കൂടുതൽ ഗോളുകൾ നേടാൻ റൊണാൾഡോക്ക് സാധിക്കുമായിരുന്നു. കാരണം മെസ്സി 20 ഗോളുകൾ നേടിയത് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് ക്വാളിറ്റി താരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, റൊണാൾഡോക്ക് കൂടുതൽ ഗോളുകൾ നേടണമെങ്കിൽ ഇത്രയധികം ക്വാളിറ്റി സഹതാരങ്ങളൊന്നും ആവശ്യമില്ല. അദ്ദേഹം അത് നേടിയിരിക്കും. റൊണാൾഡോ എവിടെ കളിച്ചാലും അദ്ദേഹത്തിൻ്റെ ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കും. 30 ഗോളുകളൊന്നും അദ്ദേഹത്തിന് തികയാതെ വരും. 20 ഗോളുകൾ നേടിയാലൊന്നും അദ്ദേഹം ഹാപ്പിയാവില്ല. കഴിഞ്ഞ ലീഗിൽ 35 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എല്ലാ കോമ്പറ്റീഷനിലുമായി 50 ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. മെസ്സി ഇപ്പോൾ വ്യത്യസ്തനായ ഒരു താരമാണ്. കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടാണ് മെസ്സി കളിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും അങ്ങനെയല്ല. അദ്ദേഹം റെക്കോർഡുകൾ തകർക്കുന്നതിലാണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ലൂയിസ് സാഹ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും മോശമല്ലാത്ത പ്രകടനം ഈ സീസണിൽ നടത്തുന്നുണ്ട്. സൗദി അറേബ്യൻ ലീഗിൽ 12 മത്സരങ്ങൾ കളിച്ച താരം 10 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.